ഹലോ എവ്രി വൺ. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേത് വെച്ചിട്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ബേസിക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്താണ് ആക്ച്വലി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, എങ്ങനെ അത് കണ്ടുപിടിക്കാം, എത്ര ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു ടേബിൾ നമുക്ക് തന്നാൽ എങ്ങനെ അതിനകത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് കണ്ടുപിടിക്കാം എന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് ഓർത്തു. ബിക്കോസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോർമലൈസേഷൻ നമ്മൾ പഠിക്കണമെങ്കിൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് ഒരു ധാരണ ഉണ്ടാവണം. സോ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ടേബിളിലെ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഇത് നമ്മൾ നോർമലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണെന്ന് തന്നെ പറയാം. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുക? സപ്പോസ് എക്സ് ആൻഡ് വൈ എന്ന് രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എക്സ് യൂണീക്ലി ഐഡൻറ്റിഫൈസ് വൈ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് ഡിറ്റർമൈൻസ് വൈ എന്ന് ഈ ഒരു ഫോമിലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ആരോ മാർക്കാണ് നമ്മൾ ആ ഡിപ്പെൻഡൻസി കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ എക്സ് വെച്ചിട്ട് നമുക്ക് ഈ വൈ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എക്സ് ഈസ് ദി ഡിറ്റർമിനൻറ്റ് ആൻഡ് വൈ ഈസ് ദി ഡിപ്പെൻഡൻറ്റ്. ഇതായിരുന്നു ഇതിൻ്റെ മീനിങ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ടേബിൾ വെച്ചിട്ട് ഈ ഡിപ്പെൻഡൻസിയുടെ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എക്സും വൈയും തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ എക്സ് വൈനെ യൂണീക്കായി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു ആരോ കൊടുത്തിട്ടായിരിക്കും നമ്മൾ അത് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് പറയുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടേം അവിടെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. T1 of x ഈക്വൽ ടു T2 of x ഉണ്ടെങ്കിൽ ദെൻ T1 of y ഷുഡ് ബി ഈക്വൽ ടു T2 of y. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ ടേബിൾ എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റാബേസ്. അതിൽ 1, 2, 3, 4, 5 ആട്രിബ്യൂട്ട്സ് ഉണ്ട് നമുക്ക്. റോൾ നമ്പർ, നെയിം, മാർക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സബ്ജക്റ്റ്. ഇനി നമുക്ക് ഇതിൽ റോൾ നമ്പറും നെയിമും ആ രണ്ട് ആട്രിബ്യൂട്ട്സ് എടുത്തിട്ട് അത് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു വൈ എന്ന് പറയുന്നിടത്ത് എക്സ് ആയിട്ട് എന്ത് വരും? റോൾ നമ്പർ വരും. വൈ ആയിട്ട് നെയിം വരും. സോ റോൾ നമ്പർ യുണീക്ലി ഐഡൻറ്റിഫൈസ് നെയിം ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ റോൾ നമ്പറിൻ്റെ എല്ലാ വാല്യൂസും എടുത്ത് നോക്കുക. 1, 2, 3, 4, 5, 6. ബട്ട് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും വന്നിട്ടില്ല. ഐ മീൻ ഒരേ വാല്യൂ റിപ്പീറ്റ് ആയി വന്നിട്ടില്ല. ഹെൻസ് ഇത് യുണീക്കായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാം. ഹെൻസ് ദിസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ്. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയി വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ T1 of x ഈക്വൽ ടു T2 of x എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഓർക്കുക, രണ്ട് ആട്രിബ്യൂട്ട്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ ആട്രിബ്യൂട്ടിലെ എല്ലാം യൂണീക്ക് വാല്യൂസ് ആണെങ്കിൽ അവിടെ ബൈ ഡിഫോൾട്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റിംഗ് ആണ്. റൈറ്റ് സൈഡിൽ നമ്മൾ വാല്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് ഡ്യൂപ്ലിക്കേറ്റ് വന്നാലും പ്രശ്നമില്ല. ഇതൊരു കണ്ടീഷൻ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ എക്സ് ടെൻസ് ടു വൈ എന്ന് എടുക്കുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂസ് എല്ലാം യൂണീക്ക് ആണെങ്കിൽ അവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റിംഗ് ആണെന്ന് ഓർത്തോളുക. സോ റോൾ നമ്പർ ഡിറ്റർമൈൻസ് നെയിം യൂണീക്ക്ലി, അത് കൺഫേം ആയി. ഇനി നമുക്ക് തിരിച്ചൊന്നെടുത്ത് നോക്കാം. ഈ നെയിം എന്നുള്ള ആട്രിബ്യൂട്ട് യൂണീക്കായിട്ട് റോൾ നമ്പറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ നെയിം യൂണീക്ക്ലി ഡിറ്റർമൈൻസ് റോൾ നമ്പർ. ഇത് വാലിഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇത് എക്സ് ആയിട്ട് വരും, റോൾ നമ്പർ എന്നുള്ളത് വൈ ആയിട്ട് വരും. സോ നമ്മൾ നെയിം എന്നുള്ളത് എടുത്തു, എ ബി എഗെയിൻ എ വന്നു. സോ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? T1 of x ഷുഡ് ബി ഈക്വൽ ടു T2 of x ആണെങ്കിൽ T1 of y ഷുഡ് ബി ഈക്വൽ ടു T2 of y ആയിരിക്കണം. അവിടെ ഇപ്പോൾ നമുക്ക് T1 of x എന്നുള്ളത് എ വന്നു. T2 of x ഈക്വൽ ടു ഓൾസോ എ ആണ്. അപ്പം നമുക്ക് നോക്കേണ്ടത് രണ്ട് വാല്യൂസും സെയിം ആണെന്നാണ്. അപ്പോൾ T1 of y എന്ത് വരും? അതേ പൊസിഷനിൽ T1 of റോൾ നമ്പർ എന്നുള്ളത്, അതായത് റോൾ നമ്പറിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആണ്. T2 ഓഫ് റോൾ നമ്പർ ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഇവിടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നെയിമാണ് കേട്ടോ. നെയിം, ഇവിടെ നെയിം. അപ്പം നെയിം എന്നുള്ളത് രണ്ട് നമുക്ക് എ ആണ് കിട്ടിയത്. എയുടെ വരുന്നത് ഒന്ന് 1ഉം ഒന്ന് 3യുമാണ്. ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് ഐഡൻറ്റിഫൈസ്, അല്ലെങ്കിൽ ഇറ്റ് നോട്ട് ഐഡൻറ്റിഫൈസ് ദി വാല്യൂ യൂണീക്ലി. രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കിട്ടുന്നത്.
അപ്പം ഞാൻ സപ്പോസ് ഒരു ക്വറി കൊടുക്കുകയാണ് ടേബിളിലേക്ക്, എ എന്നുള്ള കുട്ടിയുടെ റോൾ നമ്പർ തരൂ. അപ്പോൾ സിസ്റ്റത്തിന് കൺഫ്യൂഷൻ ആവും, 1 ആണോ 3 ആണോ എന്ന് യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദിസ് ടേബിൾ. ഓക്കെ, ക്ലിയർ? സോ നെയിം യൂണിക്ലി ഐഡൻറ്റിഫൈസ് റോൾ നമ്പർ എന്നുള്ള ഡിപ്പെൻഡൻസി ഇവിടെ എക്സിസ്റ്റിംഗ് അല്ല, ഹെൻസ് ഇറ്റ് ഈസ് റോങ്. അപ്പോൾ ഇവിടെ റോൾ നമ്പർ ഈക്വൽ ടു നെയിം എന്നുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റിംഗ് ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സും കൂടി വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം ഏതെങ്കിലും ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന്. ഇനി നമുക്ക് ഈ റോൾ നമ്പർ മാർക്സിനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പക്ഷേ നമുക്കൊരു കാര്യം ഓൾറെഡി അറിയാം. എന്താണ്? ഈ റോൾ നമ്പർ എന്നുള്ള ആട്രിബ്യൂട്ടിൽ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിപ്പീറ്റഡ് വാല്യൂസ് ഇല്ല, അത് യൂണീക്ക് ആണെന്ന്. ഹെൻസ് അതുമായിട്ട് കോമ്പിനേഷൻ വരുന്ന എല്ലാ ആട്രിബ്യൂട്ടിനെ, എല്ലാ വാല്യൂസിനെയും അത് യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. സോ റോൾ നമ്പർ വെച്ചിട്ട് നമുക്ക് മാർക്സിനെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആട്രിബ്യൂട്ട്സ് എടുക്കുക, അത് യുണീക്ക് ആണോ എന്ന് നോക്കുക. അതായത് റിപ്പീറ്റഡ് വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കുക. റിപ്പീറ്റഡ് വാല്യൂസ് ഇല്ല എങ്കിൽ അത് എല്ലാ ആട്രിബ്യൂട്ടിന്, അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന എല്ലാ ആട്രിബ്യൂട്ടുമായിട്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അവിടെ ഉണ്ടാവും. ഓക്കെ, റൈറ്റ് സൈഡ് അല്ല, ലെഫ്റ്റ് സൈഡിൽ എക്സിന് ഈക്വലന്റ് ആയിട്ട് എടുക്കുന്ന ആട്രിബ്യൂട്ട് യുണീക്ക് ആണെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് മറ്റു ആട്രിബ്യൂട്ട്സ് ആയിട്ട് യുണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ റോൾ നമ്പർ വെച്ചിട്ട് നമുക്ക് എല്ലാം യുണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എക്സിസ്റ്റിംഗ് ആണ്. അങ്ങനെ പറയുന്ന സമയത്ത് റോൾ നമ്പർ ഡിപ്പാർട്ട്മെൻറ്റും ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആണ്, റോൾ നമ്പർ സബ്ജക്റ്റും ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ റോൾ നമ്പർ എന്നുള്ള കോമ്പിനേഷൻ വരുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് കൂടുതൽ ചെക്ക് ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നെയിമും മാർക്സും ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് നോക്കാം. സോ ഇവിടെ നെയിം എന്നുള്ള ആട്രിബ്യൂട്ടാണ് എക്സ് ആയിട്ട് വരുന്നത്, മാർക്സ് വൈ ആയിട്ടാണ് വരുന്നത്. സോ മാർക്സിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വന്നാലും പ്രശ്നമില്ല. നെയിമിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരുമ്പോൾ അതിന് ഈക്വലന്റ് വൈ വാല്യൂ തന്നെയാണോ എല്ലാ പൊസിഷനിലും വരുന്നതെന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എ എന്നൊരു വാല്യൂ ഇവിടെയുണ്ട്, ബി ഇവിടെയുണ്ട്, എഗെയിൻ എ ഉണ്ട്, എഗെയിൻ ബി ഉണ്ട്. സോ എ ബി എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ T1 ഓഫ് എക്സ് ആൻഡ് T2 ഓഫ് എക്സിൽ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ T1 ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എയുടെ കേസിൽ ഫസ്റ്റ് വരുന്നത് എ ആണ്, T2 ഓഫ് എക്സ് എന്ന് പറയുമ്പോഴും വരുന്നത് എ ആണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഈക്വലൻ്റ് ആയിട്ട് T1 ഓഫ് വൈ വാല്യൂ T2 ഓഫ് വൈ വാല്യൂ ഒരേ വാല്യൂ വരണം. അപ്പോൾ ഇവിടെ T1 ഓഫ് വൈ എന്താ വരുന്നത്? എക്ക് കറസ്പോണ്ടിങ് 78. അതുപോലെ ബിക്ക് കറസ്പോണ്ടിങ് എന്താണ് വരുന്നത്? സെക്കൻഡ് എക്ക് കറസ്പോണ്ടിങ് എന്താണ് വരുന്നത്? T2 ഓഫ് വൈ വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 78. അപ്പോൾ ഈ കണ്ടീഷൻ എയുടെ കാര്യത്തിൽ ഓക്കെ, പക്ഷേ ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല, നമുക്ക് ഒരു വാല്യൂ കൂടി റിപ്പീറ്റഡ് ഉണ്ട് അവിടെ, അതേതാണ്? ബി. സോ ബിയും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളപ്പോൾ ബിയുടെ കാര്യം എടുക്കുന്ന സമയത്ത് ബിയുടെ T1 ഓഫ് എക്സ് എന്നുള്ള ഇൻസ്റ്റൻറ്റിലെ വാല്യൂ ബി, T2 ബി ആൻഡ് T1 ഓഫ് വൈ എന്നുള്ള വാല്യൂ വരുന്നത് 60 ആൻഡ് T2 ഓഫ് വൈ എന്നുള്ള വാല്യൂ വരുന്നത് ഓൾസോ 60. അപ്പം ഇതും ഒരേ വാല്യൂസ് ആണ് വന്ന് ഈ കണ്ടീഷൻ ഓക്കെ ആയി, ഹെൻസ് ഇത് ഓക്കെ ആണ്. ബാക്കിയുള്ളത് ഏതാണ്? സിയും ഡിയും. അത് രണ്ടും രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്, റിപ്പീറ്റേഷൻ ഇല്ല, അപ്പോൾ അത് യുണീക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാം നെയിം എന്നുള്ള ആട്രിബ്യൂട്ട് മാർക്സിനെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഒരു ആട്രിബ്യൂട്ട് വേറൊരു ആട്രിബ്യൂട്ടിനെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവണം. അതെപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക? ഒന്ന്, നമ്മുടെ എക്സിന്റെ വാല്യൂസ് എല്ലാം യുണീക്ക് ആണെങ്കിൽ ഓൾറെഡി അത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റിംഗ് ആണ്. രണ്ടാമത്തെ കേസ്, എക്സിന്റെ വാല്യൂവിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ആ റിപ്പീറ്റേഷൻ വരുന്നിടത്തെല്ലാം വൈ വാല്യൂ എന്നുള്ളത് സെയിം ആയിരിക്കണം. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ കേസിൽ എ ആണെങ്കിൽ 78 ആണ്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ എ വരുന്നു അവിടെയെല്ലാം 78 ആയിരിക്കണം. ഇനി ബി റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ ബിക്ക് ഫസ്റ്റ് ഏതാ? 60. അപ്പോൾ എവിടെയൊക്കെ ബി വരുന്നു അവിടെയെല്ലാം 60 വരാവുള്ളൂ. അതേസമയം ഇവിടെ 61 ആയിരുന്നെങ്കിൽ നമ്മുടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഒരു ആട്രിബ്യൂട്ട് മറ്റേ ആട്രിബ്യൂട്ടിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ കണ്ടീഷൻ. നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ മാർക്സ് എന്നുള്ള ആട്രിബ്യൂട്ട് ഡിപ്പാർട്ട്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ മാർക്സ് എടുക്കുന്ന സമയത്ത് എന്താണ് അവിടെ വരുന്നത്? അവിടെ റിപ്പീറ്റഡ് വാല്യൂസ് വരുന്നുണ്ട്, 78, 60, 78 ആൻഡ് 60. സോ നമ്മൾ ഈ കണ്ടീഷൻ അഗെയിൻ ചെക്ക് ചെയ്യണം. T1 ഓഫ് എക്സ്, T2 ഓഫ് എക്സ് ആൻഡ് T1 ഓഫ് വൈ ഈക്വൽ ടു T2 ഓഫ് വൈ ആണെന്ന്. അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് വരുന്നത്? 78 വരുന്ന സമയം ഡിപ്പാർട്ട്മെന്റിന്റെ വാല്യൂ CS ആയിരുന്നു. അഗെയിൻ 78 വരുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ വാല്യൂ CS തന്നെയാണ്. സോ T1 ഓഫ് എക്സ്, T2 ഓഫ് എക്സ്, T1 ഓഫ് വൈ, T2 ഓഫ് വൈ ഇവിടെ ഓക്കെ ആയി.
ഇനി 60 വരുന്ന സമയത്തോ 60 വരുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് വരുമ്പോൾ ഈസിയാണ്, ദെൻ അഗെയിൻ ഇറ്റ് ഈസ് ഓൾസോ ഈസി. സോ t1 of x ഈക്വൽ ടു 60. അതേസമയം വൈയുടെ വാല്യൂ ഈസിയാണ്. t2 of x ഈക്വൽ ടു 60. അതേസമയം വൈയുടെ വാല്യൂ എന്താണ്? ഈസി തന്നെ. സോ ഇത് ഓക്കെയാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? 80 80. അഗെയിൻ 80 റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് 80 വരുന്ന സമയത്ത് ഇവിടെ വാല്യൂ മെക്കാണ്. സോ t1 of x ഉള്ള സമയത്ത് t1 of y എന്ന് പറയുന്നത് മെക്കാണ്. ബട്ട് t2 of x വരുന്ന സമയത്ത് t2 of yയുടെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് 80. സോ വി cannot say that the marks uniquely identifies department. Hence, this functional dependency does not exist in this relation. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സബ്ജക്റ്റ് ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് ചെക്ക് ചെയ്യുകയാണെങ്കിലും ആ ആട്രിബ്യൂട്ട്സ് തമ്മിൽ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാവില്ല. നമുക്കിത് നോക്കുമ്പോൾ തന്നെ പറയാം കുറച്ചുള്ളതുകൊണ്ട്. എങ്കിലും നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി ഈ കണ്ടീഷൻ. ഇപ്പോൾ CS എന്നുള്ളത് ഇവിടെ റിപ്പീറ്റ് ആവുന്നുണ്ട്, EC ഇവിടെ റിപ്പീറ്റ് ആവുന്നുണ്ട്. CS വരുന്ന സമയത്ത് S1 ആണ് ഇവിടെ വാല്യൂ, റിപ്പീറ്റേഷനായിട്ട് CS വരുന്ന സമയത്ത് S2 ആണ് വാല്യൂ. അവിടെ തന്നെ ആ യുണീക്ലി ഐഡൻറ്റിഫൈസ് എന്നുള്ള കണ്ടീഷൻ തെറ്റി. സോ അത് ഫംഗ്ഷണലി ഡിപ്പെൻഡൻ്റ് അല്ല എന്ന് പറയാം. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ഇംപ്ലൈസ് വൈ എന്ന് പറയുന്നുണ്ട്. ഈ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരൊറ്റ ആട്രിബ്യൂട്ട് ആയിരിക്കണം എന്നില്ല. ഓക്കെ, അതായത് എപ്പോഴും റോൾ നമ്പർ, നെയിം അല്ലെങ്കിൽ മാർക്സ് അങ്ങനെ ഒരു സിംഗിൾ ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം എന്നില്ല. ഇറ്റ് ക്യാൻ ബി എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ഓൾസോ. എയ്തർ സിംഗിൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കാം. അതെപ്പോഴും മനസ്സിലോർക്കുക. എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റോൾ നമ്പർ കോമ നെയിം ഐഡൻറ്റിഫൈസ് മാർക്സ്, ഇങ്ങനെയും ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ചെക്ക് ചെയ്യാൻ പറയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും കൂടി ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യണം, ഒരുമിച്ച് വാല്യൂ എടുക്കണം. അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് 1A വരുന്ന സമയത്ത് 78 ആയിരുന്നു, 2B വരുന്ന സമയത്ത് 60 ആണ്, 3A വരുന്ന സമയത്ത് 78 ആണ്. ഇവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ റോൾ നമ്പർ എന്നുള്ളത് ഓൾറെഡി യുണീക്ക് കീ ആണ്. അപ്പോൾ യുണീക്ക് ആവുന്ന സമയത്ത് അതിൻ്റെ കൂടെ എന്ത് കോമ്പിനേഷൻ വന്നാലും യുണീക്ക് ആയിരിക്കും. ഹെൻസ് ദിസ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏത് കോമ്പിനേഷൻ വന്നാലും അത് എക്സിസ്റ്റിംഗ് ആയിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, സോ ഇവിടെ നമുക്ക് ഈ നെയിം മാർക്സ് ഈ രണ്ട് ആട്രിബ്യൂട്ട് ഡിപ്പാർട്ട്മെന്റിനെ യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? നെയിം മാർക്സ്. അപ്പോൾ ഈ നെയിം മാർക്സ് എന്നുള്ളത് ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കോമ്പിനേഷൻ വരുന്നത്? A78, B60, A78, B60, C80 ആൻഡ് D80. ഇതിൽ C ആൻഡ് D യൂണീക്ക് ആണ്, ബട്ട് A78, B60 ഇത് രണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് വരുന്ന സമയത്ത് വൈയുടെ വാല്യൂ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? നെയിം കൺസിഡർ ചെയ്ത് നോക്കാം. t1 of x എന്ന് പറയുന്നത് A78 ആണ്, t1 ആൻഡ് t2 of x. ഓക്കെ, ഇനി നമുക്ക് t1 of y എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് A78 വരുന്ന സമയത്ത് വൈയുടെ വാല്യൂ CS ആണ്, t2 of y സെക്കൻഡ് A78 വരുന്ന സമയത്ത് CS ആണ്. സോ ഈ വേരിയബിളിൻ്റെ കേസിൽ ഇത് ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂ എടുക്കാം. അവിടെ എന്തായിരുന്നു വരുന്നത്? B ആണ്. സോ t1 of x ഈസ് ഈക്വൽ ടു t1 ആൻഡ് t2 of x എന്ന് പറയുന്നത് B60 ആയിരുന്നു. അപ്പോൾ നമുക്ക് y വാല്യൂ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് EC, B60 EC. സെക്കൻഡ് സമയത്തും ഇത് EC ആണ്, കറക്റ്റാണ്. സോ നമുക്ക് എന്ത് പറയാം? അടുത്തത് C80 ആൻഡ് D80 രണ്ട് യൂണീക്കാണ്. ദിസ് യൂണീക്ക്ലി ഐഡൻറ്റിഫൈസ്. അപ്പോൾ ഈ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഇവിടെ എക്സിസ്റ്റിംഗ് ആണ്. ക്ലിയർ? ഇനി നമുക്ക് ഈ നെയിം മാർക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സബ്ജക്റ്റ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ എക്സ് മാത്രമല്ല വൈയും സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെയിം മാർക്സും ഡിപ്പാർട്ട്മെൻറ്റ് സബ്ജക്റ്റും നോക്കണം. A78 വരുന്ന സമയത്ത് CS1 ആണ്, അടുത്ത A78 വരുന്ന സമയത്ത് CS2 ആണ്. അവിടെ തന്നെ കണ്ടീഷൻ തെറ്റി. സോ ദിസ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു ടേബിൾ തരാം, അതിലെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ഈ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഈ ടേബിളിലുണ്ടോ എന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക.
താങ്ക് യു.